വിശദമായ വാർത്തയിലേക്കാണ്. അഭിനേതാക്കളുടെ സംഘടനയായ അമ്മയിൽ പൊട്ടിത്തെറി. അമ്മ ഭരണസമിതിയിലെ എല്ലാ അംഗങ്ങളും രാജിവെച്ചു. ജനറൽ ബോഡിയിലെ തർക്കത്തിനിടയിലാണ് നാടകീയ രാജി. ശ്രീജിത്ത് ഉണ്ട് വിവരങ്ങളുമായി. ശ്രീജിത്ത്, നമുക്കറിയാവുന്നതുപോലെ അമ്മയുടെ തലപ്പത്തേക്ക് വനിതകൾ എത്തിയപ്പോൾ ഒട്ടേറെ മാറ്റങ്ങൾ നമ്മൾ പ്രതീക്ഷിച്ചതാണ്. എന്നാൽ ഇപ്പോൾ അമ്മ ഭരണസമിതി അധികാരമേറ്റ് 1 വർഷം തികയുന്നതിന് മുമ്പേ നാടകീയമായ രീതിയിൽ ഒരു രാജിയിലേക്ക് കാര്യങ്ങൾ കടക്കുമ്പോൾ ഇനി എന്താണ് അമ്മയുടെ ഭാവി? തീർച്ചയായും കാർത്ത് സൂചിപ്പിച്ചതുപോലെ തന്നെ ചരിത്രം തിരുത്തിക്കുറിച്ചുകൊണ്ടായിരുന്നു അന്ന് ഈ ഭരണസമിതി, വനിതകൾ നേതൃത്വം നൽകുന്ന ഭരണസമിതി അന്ന് തിരഞ്ഞെടുക്കപ്പെട്ടത്. ആ ഭരണസമിതിയാണ് ഇപ്പോൾ തർക്കങ്ങളുടെ പേരിൽ രാജിവെച്ച് പിരിഞ്ഞിരിക്കുന്നത്. ശ്വേതാ മേനോൻ അടങ്ങുന്ന 17 പേരടങ്ങുന്ന ഈ ഭരണസമിതിയാണ് അല്പസമയം മുൻപ് രാജി പ്രഖ്യാപിച്ചിരിക്കുന്നത്. അതിലേറ്റവും പ്രധാനപ്പെട്ട കാര്യം, ശ്വേതാ മേനോൻ ഈ ഭരണസമിതിയിൽ നിന്നും മാത്രമല്ല രാജിവെച്ചിരിക്കുന്നത്, അമ്മ സംഘടനയിൽ നിന്നും രാജി പ്രഖ്യാപിച്ചിരിക്കുകയാണ്. കുറച്ചു നാളുകളായി നോക്കുകയാണെങ്കിൽ വലിയ രീതിയിലുള്ള തർക്കങ്ങൾ നിലനിന്നിരുന്നു. അൻസുബയുമായി ബന്ധപ്പെട്ട തർക്കങ്ങൾ നിലനിന്നിരുന്നു. അതിൻ്റെ ഒരു അവസാന ഘട്ടം എന്ന രീതിയിലായിരുന്നു ഇന്ന് വാർഷിക യോഗം ചേരുകയും ആ വാർഷിക യോഗത്തിൽ തർക്കങ്ങൾ ഉണ്ടാകും. പ്രധാനമായി ഈ വരവ് ചെലവിനെ കുറിച്ചുള്ള തർക്കങ്ങളാണ് ഉണ്ടായത്. ആ തർക്കങ്ങൾക്കിടയിലാണ് ശ്വേതാ മേനോൻ വേദിയിൽ കയറി ഈ രാജി പ്രഖ്യാപിക്കുന്ന, വൈകാരികമായി തന്നെ രാജി പ്രഖ്യാപിക്കുന്ന ഒരു ഘട്ടമുണ്ടായി. പിന്നീട് ബാബുരാജ് അടക്കമുള്ള അതിൻ്റെ ആ സംഘടനയുമായി ബന്ധപ്പെട്ട പലരും അതിനെ അനുനയിപ്പിക്കാൻ ശ്രമിച്ചെങ്കിലും അവസാന ഘട്ടത്തിൽ ശ്വേതാ മേനോന് പിന്തുണ പ്രഖ്യാപിച്ച് ആ സമിതി മുഴുവനായി തന്നെ രാജിവെക്കുന്നതാണ് അല്പസമയം മുൻപ് നാം കണ്ടത്. ഒരു 10 വർഷമായി ഈ സംഘടനയുമായി ബന്ധപ്പെട്ട് പരിശോധിക്കുകയാണെങ്കിൽ തുടർച്ചയായി തന്നെ ഈ തർക്കങ്ങളുടെയും വിവാദങ്ങളുടെയും ഒരു ചുഴിയിലകപ്പെട്ട ഒരു സംഘടനയായി അമ്മ സംഘടന മാറിയിരിക്കുകയാണ്. ഇതിനു മുൻപ് ഭരണസമിതിയിൽ മോഹൻലാൽ അടക്കമുള്ളവരുണ്ടായിരുന്നു. അവർ അന്ന് പല വിവാദങ്ങളുടെയും, ഭരണസമിതിയിലെ പല അംഗങ്ങൾക്കെതിരെയും ലൈംഗിക പീഡനം അടക്കമുള്ള വിവാദങ്ങൾ ഉണ്ടായ പശ്ചാത്തലത്തിൽ നിന്ന് രാജി പ്രഖ്യാപിച്ചിരുന്നു. പിന്നീട് ആ സംഘടനയിലെ അമ്മയ്ക്ക് വനിതകൾക്ക് പ്രാധാന്യം നൽകണമെന്നൊരു ആവശ്യം ഉയർന്ന പശ്ചാത്തലത്തിലാണ് ശ്വേതാ മേനോൻ അടക്കമുള്ള, കുക്കു പരമേശ്വരൻ അടക്കമുള്ളവർക്ക് ആ സംഘടനയിൽ ചുമതല നൽകുകയും തെരഞ്ഞെടുപ്പിൽ അവരെ സ്ഥാനാർത്ഥിയാക്കി, ആ അമ്മ സംഘടനയുമായി ബന്ധപ്പെട്ട തെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥിയാക്കി അവർക്ക് അന്ന് വിജയിക്കാനെല്ലാം കഴിഞ്ഞിരുന്നു. വലിയ ഭൂരിപക്ഷത്തിൽ തന്നെയായിരുന്നു അന്ന് ശ്വേതാ മേനോനെല്ലാം ശ്വേതയ്ക്കെല്ലാം വിജയിക്കാൻ കഴിഞ്ഞെങ്കിൽ, പക്ഷേ അതിനുശേഷവും വിവാദങ്ങൾ കെട്ടടങ്ങുന്നതെന്ന് നാം കണ്ടില്ല. അൻസുബയുമായി ബന്ധപ്പെട്ട തർക്കങ്ങൾ ഉണ്ടാകുന്നു, ടിനി ടോമുമായി ബന്ധപ്പെട്ട തർക്കങ്ങൾ ഉണ്ടാകുന്നു. ആ അമ്മ സ്ഥാപനത്തിൽ ജോലി ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട ചിലർ ഇതിനെതിരെ പരാതി പറയുന്നു. അങ്ങനെ തർക്കങ്ങളുടെ ഒരു വലിയൊരു ഒഴുക്ക് തന്നെയായിരുന്നു പിന്നീട് നാം കണ്ടത്. എന്തായാലും ഈ തർക്കങ്ങൾക്കൊടുവിലാണ് ഇപ്പോൾ രാജി പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഈ രാജിക്ക് പിന്നാലെ തന്നെ പല താരങ്ങളും ഇപ്പോൾ പ്രതികരിച്ചു തുടങ്ങിയിട്ടുണ്ട്. അവർ പറയുന്നത് എന്തായാലും ഈ രാജി സ്വീകരിക്കുന്നു എന്നും പറയുന്നുണ്ട്. ഈ രാജി സ്വീകരിച്ച ഘട്ടത്തിൽ ഇനിയൊരു ഹക്കോൾ കമ്മിറ്റി വരും. പുതിയ കമ്മിറ്റി വന്നതിന് ശേഷമായിരിക്കും 3 മാസം കഴിഞ്ഞായിരിക്കും ഇനി തിരഞ്ഞെടുപ്പുണ്ടാകുക. ആ തിരഞ്ഞെടുപ്പുണ്ടാകുമ്പോൾ അറിവുള്ളവർ വരട്ടെ, കഴിവുള്ളവർ വരട്ടെ എന്നാണ് ഇപ്പോൾ മല്ലിക സുകുമാരൻ പറഞ്ഞിരിക്കുന്നത്. എന്തായാലും ഈ തർക്കങ്ങൾക്കിടയിൽ ഇനി ആരായിരിക്കും അതിൻ്റെ നേതൃത്വത്തിലേക്ക് വരാൻ പോകുക എന്നതെല്ലാം ഇപ്പോൾ തന്നെ വലിയ രീതിയിൽ ചർച്ചയായിട്ടുണ്ട്. പക്ഷേ ശ്വേതാ മേനോൻ അല്പസമയം മുമ്പ് മാധ്യമങ്ങളെ കണ്ട് മുൻ ഭരണസമിതിക്കെതിരെയെല്ലാം വലിയ രൂക്ഷമായ വിമർശനങ്ങൾ ഉന്നയിച്ചിട്ടുണ്ട്. താനിപ്പോൾ അമ്മയിൽ അംഗമല്ല, അതുകൊണ്ട് തന്നെ മുൻ ഭരണസമിതിക്കെതിരെ തനിക്ക് സത്യങ്ങൾ വിളിച്ചു പറയാൻ ഇനി സ്വാതന്ത്ര്യമുണ്ട്, അത് താൻ ഇനി ഉപയോഗിക്കുമെന്നാണ് ശ്വേതാ മേനോൻ പറയുന്നത്. മറ്റൊരു കാര്യം അതോടൊപ്പം തന്നെ സൂചിപ്പിച്ചിട്ടുണ്ട്. പണ്ട് കുറ്റാരോപിതരായി പുറത്തുപോയവർ, ഈ സംഘടനയിൽ നിന്നും പുറത്തുപോയവർ തിരിച്ചു വരാനുള്ള, അവർ ഈ ഭരണസമിതിയും അതോടൊപ്പം തന്നെ അമ്മ സംഘടനയും പിടിച്ചെടുക്കാനുള്ള ഒരു ശ്രമവും ആരംഭിച്ചതായെന്നൊരു ഗുരുതരമായ ഒരു ആരോപണവും ശ്വേതാ മേനോൻ ഉന്നയിക്കുകയാണ്. എന്തായാലും വലിയ രീതിയിലുള്ള തർക്കങ്ങൾ തന്നെയാണ് അമ്മയിൽ കാണുന്നത്. തുടർച്ചയായി തന്നെ ഭരണസമിതികൾ വരുന്നു, അത് രാജിവെക്കുന്നു, തർക്കങ്ങൾ ഉണ്ടാകുന്നു. ഈ വനിതാ പ്രവർത്തകർക്കും വനിതാ താരങ്ങൾക്കും എതിരെയുള്ള ഈ ഒറ്റക്കെട്ടായുള്ള ഒരു വിഭാഗത്തിൻ്റെ ഒറ്റക്കെട്ടായുള്ള ആക്രമണങ്ങൾ ഉണ്ടാകുന്നു, അവരെ പുറത്താക്കാനുള്ള ശ്രമങ്ങൾ ഉണ്ടാകുന്നുവെന്നും അവരെ ഒറ്റപ്പെടുത്താൻ ശ്രമിക്കുന്നുവെന്നും ശ്വേതാ മേനോൻ പറയുന്നു. ഇനി അവർ ആരെയാണോ ആരോപണം ഉന്നയിക്കുന്നത് അവരുടെ പ്രതികരണങ്ങളും ചിലപ്പോൾ ഇനി മണിക്കൂറുകളിൽ വരാനുള്ള സാധ്യതയുണ്ട്. ശ്രീജിത്ത്, അതുപോലെ തന്നെ ഈ വാർഷിക ബോർഡ് യോഗത്തിൽ വാർഷിക റിപ്പോർട്ടും വരവ് ചെലവ് കണക്കുകളും പാസ്സാക്കുന്നതിനെ ചൊല്ലിയുള്ള ഒരു തർക്കമാണ് ഇത്തരത്തിൽ അതുമായി ബന്ധപ്പെട്ട വലിയ രീതിയിലുള്ള വിമർശനം അടക്കം ഉയർന്ന സാഹചര്യത്തിലാണ് ഇപ്പോൾ എന്തായാലും രാജിയിലേക്ക് അടക്കം ശ്വേതാ മേനോൻ കടക്കുന്നത്. അതും അവിശ്വാസ പ്രമേയം അല്ലെങ്കിൽ അവിശ്വാസം പോലും നേരിടാൻ തയ്യാറാകാതെയുള്ള ഒരു കൂട്ടരാജിയിലേക്ക് കടക്കാനുള്ള കാരണം എന്താണ്?
അതിനെക്കുറിച്ചും ശ്വേതാ മേനോൻ വ്യക്തമായി തന്നെ പറഞ്ഞിട്ടുണ്ട്. ഈ അവിശ്വാസ പ്രമേയം പലരെയും നിർബന്ധിച്ചാണ് ഒപ്പിടാനുള്ള ശ്രമം നടത്തിയത്, അല്ലാതെ അവരുടെ ഇഷ്ടാനുസരണം ചെയ്തതല്ല. ഈ അവിശ്വാസ പ്രമേയത്തെക്കുറിച്ചുള്ള ചർച്ചയും ഈ നോട്ടീസിൽ ഒപ്പിട്ടതെല്ലാം പലരും ഗൂഢാലോചനയും നടത്തിയും അതോടൊപ്പം തന്നെ ഒറ്റപ്പെടുത്താനും ഈ ഭരണസമിതിയെ പുറത്താക്കാനുമുള്ള ഒരു ഗൂഢാലോചനയുടെ ബലമായിരുന്നു അവിടെ സംഭവിച്ചതെന്നാണ് ഇപ്പോൾ ശ്വേതാ മേനോൻ തന്നെ തുറന്നു പറഞ്ഞിരിക്കുന്നത്. എന്തായാലും ഈ അവിടുത്തെ വരവ് ചെലവ് കണക്കുകളുമായി ബന്ധപ്പെട്ട് കുറച്ച് ഒരു 2-3 മാസമായി തന്നെ അവിടെ തർക്കങ്ങൾ നിലനിന്നിരുന്നു. അതിലേറ്റവും പ്രധാനപ്പെട്ടത് ഈ അൻസിബയുടെ രാജിക്ക് പിന്നാലെ ഉണ്ടായ വിവാദങ്ങളായിരുന്നു. അത് അന്ന് ആ ചില വാട്സപ്പ് ഗ്രൂപ്പുകളിൽ തുടങ്ങിയ തർക്കങ്ങൾ പിന്നീട് മാധ്യമങ്ങൾ ഏറ്റെടുക്കുകയും അത് പോലീസ് കേസാകുന്നു, ടിനി ടോമിനെ അടക്കം ചോദ്യം ചെയ്യുന്ന രീതിയിലേക്കെല്ലാം പോകുന്ന വലിയ വിവാദങ്ങൾ നിറഞ്ഞൊരു കാലഘട്ടത്തിലായിരുന്നു ഈ യോഗം ചേർന്നത്. ആ യോഗത്തിൽ തന്നെ ഒറ്റപ്പെടുത്താൻ ശ്രമിച്ചു എന്നാണ് ശ്വേത ഇപ്പോൾ വിമർശനം ഉന്നയിക്കുന്നത്. തന്നെ ഒറ്റപ്പെടുത്തി പുറത്താക്കി പഴയ കുറ്റാരോപിതരായ പഴയ നടന്മാരും അതോടൊപ്പം തന്നെ ഈ ചലച്ചിത്ര പ്രവർത്തകർക്കും ഈ സംഘടനയോട് അധികാരം പിടിച്ചെടുക്കാനുള്ള ഒരു ശ്രമത്തിൻ്റെ ഇരയായി താൻ മാറിയെന്നാണ് ശ്വേതാ മേനോൻ അല്പസമയം മുമ്പ് സൂചിപ്പിച്ചിരിക്കുന്നത്. അതന്നെ ശ്രീജിത്ത് സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ യോഗം തുടങ്ങിയത് മുതൽ തന്നെ അമ്മയുടെ പദവിയിൽ നിന്ന് അല്ലെങ്കിൽ ആ ചുമതല വഹിക്കുന്ന വനിതകളെ ഒന്നടങ്കം പുറത്താക്കാനായി ഒരു അജണ്ട മുന്നിൽ വെച്ച് അല്ലെങ്കിൽ അജണ്ടയോടെ കരുനീക്കങ്ങൾ നടത്തി എന്നൊരു വിമർശനം കൂടി ശ്വേതയുടെ ഭാഗത്തു നിന്നുണ്ടാകുന്നുണ്ട്. തീർച്ചയായും, കാരണം കേരളം ഉൾപ്പെടെ വലിയ രീതിയിൽ പ്രതീക്ഷയോടെ കണ്ട ഒരു ഭരണസമിതിയായിരുന്നു ഈ ശ്വേതാ മേനോൻ്റെ അടക്കമുള്ള ഭരണസമിതി. കാരണം ഈ അമ്മ സംഘടനയുടെ ചരിത്രം പരിശോധിക്കുകയാണെങ്കിൽ എല്ലാ കാലങ്ങളിലും പുരുഷന്മാർ മാത്രം ആധിപത്യമുണ്ടായിരുന്ന ഒരു സംഘടനയായിരുന്നു. ഈ നായകന്മാർ മാത്രമുള്ള ആ സംഘടനയെ പിന്നീട് പൊതുവികാരം, കേരളത്തിൻ്റെ തന്നെ പൊതുവികാരം മാനിച്ചായിരുന്നു ഈ വനിതാ താരങ്ങൾക്കും അതോടൊപ്പം തന്നെ വനിതാ പ്രവർത്തകരുടെയും കയ്യിലേൽപ്പിച്ചത്. പക്ഷേ അന്ന് ആ ചരിത്രപരമായ തീരുമാനം ഇപ്പോൾ തെറ്റായി പോയോ, അതിൽ പരാജയം സംഭവിച്ചോ എന്ന് ജനങ്ങൾ തന്നെ സംശയിക്കേണ്ട ഒരു ഘട്ടത്തിലേക്കാണ് ഇപ്പോൾ പോകുന്നത്. പക്ഷേ ശ്വേത പറയുന്നത് ഇതിൽ താൻ പരാജയപ്പെട്ടിട്ടില്ല, തനിക്കെതിരെ ഗൂഢാലോചനയുണ്ടായി, ആ ഗൂഢാലോചനയുടെ ബലമാണ് തനിക്ക് ഈ പദവി ഉപേക്ഷിക്കേണ്ടി വന്നതും അതോടൊപ്പം തന്നെ അതുമാത്രമല്ല അവർ ചെയ്യുന്നത്, അമ്മ സംഘടനയിൽ നിന്നും അവർ രാജിവെച്ചിട്ടുണ്ട്. ഇനി കൂടുതൽ രാജി ഉണ്ടാകുമോ എന്നെല്ലാം നാം നോക്കിക്കാണേണ്ടതുണ്ട്. നാം മുൻപ് നടി ആക്രമിക്കപ്പെട്ട കേസുമായി ബന്ധപ്പെട്ടെല്ലാം പരിശോധിക്കുമ്പോൾ നാം കണ്ടിരുന്നു അന്ന് 1 ഡസനല്ല അധികം വനിതാ പ്രവർത്തകരാണെന്ന് രാജിവെച്ച് പോകുന്ന കാഴ്ചയും നാം കണ്ടിരുന്നു. അപ്പോൾ അതിന് സമാനമായ ഒരു കൂട്ടരാജി ഇതിന് പിന്നാലെ ഉണ്ടാകുമോ എന്നും നാം ഇനി നോക്കിക്കാണേണ്ടതുണ്ട്. ശ്രീന്തളം അഭിനേതാക്കളുടെ സംഘടനയായ അമ്മയിൽ വൻ ട്വിസ്റ്റാണ് സംഭവിച്ചിരിക്കുന്നത്. അമ്മ ഭരണസമിതിയിലെ എല്ലാ അംഗങ്ങളും രാജിവെച്ച് പുറത്തേക്ക് പോകുന്ന സാഹചര്യം. ജനറൽ ബോഡിയിലെ ഇടയിലുണ്ടായ തർക്കമടക്കമാണ് ഈ നാടകീയ രാജിയിലേക്ക് അടക്കം കടന്നത്. വൈകാരികമായ പ്രതികരണങ്ങളായിരുന്നു പ്രസിഡന്റായിരുന്ന ശ്വേതാ മേനോൻ അടക്കം നടത്തിയിരുന്നത്. ഒരു അജണ്ട മുന്നോട്ട് വെച്ച് തന്നെ പുറത്താക്കാൻ ശ്രമിക്കുന്ന അല്ലെങ്കിൽ നാടകീയമായ നീക്കങ്ങളിലൂടെ തന്നെ പുറത്താക്കാൻ ശ്രമിച്ചു എന്ന തരത്തിലുള്ള ആരോപണങ്ങളടക്കം ശ്വേത ഉന്നയിക്കുന്ന സാഹചര്യം ഉണ്ടാകുന്നു. എന്തായാലും അഭിനേതാക്കളുടെ സംഘടനയായ അമ്മയിൽ കൂട്ടരാജിയാണ് ഉണ്ടായിരിക്കുന്നത്. ശ്രീജിത്താണ് വിവരങ്ങൾ നൽകിയത്.